പണ്ട് പണ്ട് വളരെ അകലെയുള്ളൊരു രാജ്യത്ത് ഒരു രാജ്ഞി ജനാലയ്ക്കരികിലിരുന്ന് തുന്നുകയായിരുന്നു. ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവളുടെ കയ്യിൽ സൂചിമുനത്തറഞ്ഞു കയറി. പൊടിഞ്ഞുവന്ന ചോരത്തുള്ളികൾ മഞ്ഞിലേക്ക് കുടഞ്ഞ അവൾ ഒരു മനോഹരമായ കാഴ്ച കണ്ടു. വെളുത്ത മഞ്ഞിൽ ചുവന്ന ചോരത്തുള്ളികൾ വളരെ ഭംഗിയുള്ളതായിരുന്നു. പെട്ടെന്ന് രാജ്ഞിയുടെ മനസ്സിൽ ഒരാഗ്രഹമുടലെടുത്തു. രാജ്ഞി സ്വയം മന്ത്രിച്ചു, എനിക്ക് മഞ്ഞുപോലെ വെളുത്തതും രക്തം പോലെ ചുവന്ന ചുണ്ടുകളുള്ളതും ജനൽത്തടി പോലെ കറുത്ത മുടിയുമുള്ള ഒരു മകളുണ്ടായിരുന്നെങ്കിൽ. അധികം താമസിയാതെ രാജ്ഞിയുടെ ആഗ്രഹം സഫലമായി. മഞ്ഞുപോലെ വെളുത്തതും ചുണ്ടുകൾ രക്തം പോലെ ചുവന്നതും എബോണി പോലെ കറുത്തതുമായ മുടിയുള്ള ഒരു കുട്ടിക്ക് അവൾ ജന്മം നൽകി. അവരവളെ സ്നോ വൈറ്റ് എന്ന് വിളിച്ചു. എന്നാൽ ഈ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. സ്നോ വൈറ്റിന്റെ ജനനത്തിനു ശേഷം അധികം താമസിയാതെ രാജ്ഞിയെ ഗുരുതരമായ രോഗം ബാധിച്ചു. തന്റെ സമയമടുത്തു എന്ന് മനസ്സിലാക്കിയ അവൾ രാജാവിനെ അരികിലേക്ക് വിളിച്ച് പതിയെ പറഞ്ഞു, ഞാൻ മരിച്ചാലും നമ്മുടെ സ്നോ വൈറ്റിനെ നിങ്ങൾ സംരക്ഷിക്കുമെന്ന് എനിക്ക് വാക്ക് തരൂ. അവൾ എപ്പോഴും എന്റെ ഏറ്റവും വലിയ നിധിയായിരിക്കും. താമസിയാതെ രാജ്ഞി മരിച്ചു. രാജ്യം വിലപിച്ചു. എപ്പോഴത്തെയും പോലെ സമയം മുന്നോട്ട് നീങ്ങി. കാലക്രമേണ രാജാവ് മറ്റൊരു വിവാഹം കഴിച്ചു. പുതിയ രാജ്ഞി അതീവ സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിനെ മറികടക്കാൻ മറ്റാരും തന്നെ രാജ്യത്തുണ്ടായിരുന്നില്ല. എങ്കിലും അവളുടെ ഹൃദയം ക്രൂരവും അഹന്തയും നിറഞ്ഞതായിരുന്നു. തന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവൾ അഹങ്കരിച്ചിരുന്നു. രാജ്ഞിക്ക് ഒരു അത്ഭുത കണ്ണാടിയുണ്ട്. എന്തു ചോദിച്ചാലും കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന കണ്ണാടി. എല്ലാ ദിവസവും അവൾ അതിന്റെ മുന്നിൽ നിന്ന് ഒരേ ചോദ്യം ചോദിച്ചു, എന്റെ കയ്യിലുള്ള മാന്ത്രിക കണ്ണാടി, ആരാണ് ദേശത്തിലെ ഏറ്റവും സുന്ദരി? എന്റെ രാജ്ഞി, നീ തന്നെയാണ് ഈ ദേശത്തെ ഏറ്റവും വലിയ സുന്ദരി. കണ്ണാടി അവൾക്ക് അനുകൂലമായി ഉത്തരം നൽകിയിടത്തോളം അവളുടെ ഹൃദയം ശാന്തമായിരുന്നു. സ്നോ വൈറ്റ് വളർന്നുകൊണ്ടിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും അവൾ കൂടുതൽ സുന്ദരിയും സൗമ്യയും സഹജീവികളോട് സഹാനുഭൂതിയുമുള്ളവളായി വളർന്നുവന്നു. സ്നോ വൈറ്റിന് 7 വയസ്സ് തികഞ്ഞപ്പോൾ അവളുടെ സൗന്ദര്യം രാജ്ഞിയുടെ സൗന്ദര്യത്തെ തന്നെ മറികടന്നു. ഒരു ദിവസം രാജ്ഞി വീണ്ടും കണ്ണാടിയോട് ചോദിച്ചു, എന്റെ കയ്യിലുള്ള മാന്ത്രിക കണ്ണാടി, ആരാണ് ദേശത്തിലെ ഏറ്റവും സുന്ദരി? ഇത്തവണ കണ്ണാടി വ്യത്യസ്തമായ ഉത്തരം നൽകി, എന്റെ രാജ്ഞി, നീ സുന്ദരി തന്നെയാണ്. എങ്കിലും രാജകുമാരി സ്നോ വൈറ്റാണ് നിങ്ങളെക്കാൾ സുന്ദരി. ആ വാക്കുകൾ ഒരു കത്തി പോലെ അവളിൽ തറഞ്ഞു. ഉടനെ അവളുടെ ഹൃദയം കത്തുന്ന അസൂയയാൽ നിറഞ്ഞു. ആ നിമിഷം മുതൽ അസൂയയും പകയും അവളെ വേട്ടയാടി. സ്നോ വൈറ്റിനെ കാണുമ്പോഴെല്ലാം അവളുടെ നെഞ്ചിനുള്ളിൽ വെറുപ്പ് പടർന്നു. സ്നോ വൈറ്റ് മരിച്ചേ മതിയാകൂ. സ്നോ വൈറ്റിനോടുള്ള പക സഹിക്കവയ്യാതായപ്പോൾ അവൾ തന്റെ വിശ്വസ്ത വേട്ടക്കാരനെ വിളിച്ചുകൊണ്ട് അതിക്രൂരമായൊരു കൽപ്പന പുറപ്പെടുവിച്ചു. സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി കൊന്നുകളയൂ. അവൾ മരിച്ചതിന് തെളിവായി അവളുടെ ഹൃദയം തിരിച്ചു കൊണ്ടുവരണം. വേട്ടക്കാരന് ഈ കൽപ്പനയൊരു ഞെട്ടലായാലും അത് നിരസിക്കാൻ അവൻ ധൈര്യപ്പെട്ടില്ല. അയാൾ സ്നോ വൈറ്റിനെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി. അവർ കൂടുതൽ ഉള്ളിലേക്ക് പോകുന്തോറും കാടിരുണ്ടതും ഭയാനകവുമായി. ഒടുവിൽ അയാൾക്ക് കൂടുതൽ ദൂരം പോകാൻ കഴിയില്ല എന്നായപ്പോൾ അയാൾ തന്റെ കത്തി സ്നോ വൈറ്റിന് നേരെ ഉയർത്തി. നിറഞ്ഞ കണ്ണുകളാൽ സ്നോ വൈറ്റ് വേട്ടക്കാരനെ ദയനീയമായി നോക്കി. തന്നെ വെറുതെ വിടാൻ അപേക്ഷിച്ചു. ദയവായി എന്നെ വെറുതെ വിടണം. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം. ഒരിക്കലും തിരിച്ചു വരില്ല. വേഗം ഓടിപ്പോയിക്കോളൂ മോളെ. എന്തായാലും നീ കാട്ടിലെ മൃഗങ്ങളുടെ കയ്യിൽ പെട്ടുപോകും. സ്നോ വൈറ്റിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ട് അയാൾക്കവളെ കൊല്ലാൻ കഴിഞ്ഞില്ല. രാജ്ഞിയെ വിശ്വസിപ്പിക്കുവാനായി ഒരു കാട്ടുപന്നിയെ കൊന്ന് അതിന്റെ അവയവങ്ങൾ എടുത്ത് സ്നോ വൈറ്റിന്റെ മരണത്തിന്റെ തെളിവായി അയാൾ അവ തിരികെ കൊണ്ടുപോയി. വേട്ടക്കാരന്റെ വാക്കുകൾ രാജ്ഞി വിശ്വസിച്ചു. എല്ലാം പൂർത്തിയായോ? ആയിരാജ്ഞി. സ്നോ വൈറ്റിന്റെ കരളും ഹൃദയവുമാണെന്ന് കരുതി അവൾ അവ പാകം ചെയ്തു ഭക്ഷിച്ചു. സ്നോ വൈറ്റ് എന്നേക്കുമായി ഇല്ലാതായെന്ന് കരുതി സമാധാനിച്ചു. അതേസമയം സ്നോ വൈറ്റ് ഒറ്റയ്ക്ക് ഉൾക്കാട്ടിലേക്ക് എങ്ങെന്നില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. ഓരോ ചുവടും അനിശ്ചിതമായിരുന്നു. അവൾക്ക് കാട് അനന്തമായി അനുഭവപ്പെട്ടു. കാടിന്റെ ഭീകരതയിലും കാട്ടുജീവികൾ സൗമ്യമായി അവൾക്ക് കൂട്ടുനൽകി. നിങ്ങളാരും എന്നെ ഉപദ്രവിക്കില്ലല്ലോ അല്ലേ?
ഒടുവിൽ മങ്ങിയ വെളിച്ചത്തിൽ ഒരിടുങ്ങിയ പാത അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പാതയിലൂടെ പോയപ്പോൾ അതാ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ചെറിയൊരു കുടിൽ. അവൾ അവിടേക്ക് ചെന്നു. അവൾ കതകിനുള്ളിലൂടെ എത്തി നോക്കി. ഉള്ളിലെല്ലാം ഭംഗിയായി ക്രമീകരിച്ചിരുന്നു. ചെറിയ കസേരകൾ, ചെറിയ പ്ലേറ്റുകൾ, ചെറിയ കിടക്കകൾ. മേശയിൽ ഭക്ഷണ സാധനങ്ങൾ നിരത്തിവെച്ചിട്ടുണ്ട്. വിശപ്പും ദാഹവും കൊണ്ട് അവയിൽ നിന്ന് അല്പാൽപം എടുത്ത് കഴിക്കുവാൻ തുടങ്ങി. ഈ ഭക്ഷണം ഒരുക്കിയത് ആരാണെങ്കിലും നന്ദി. ഒടുവിൽ വിശ്രമിക്കാൻ കിടന്നു. ഒരു കിടക്ക വളരെ നീളമുള്ളതായിരുന്നു, മറ്റൊരു കിടക്ക വളരെ ചെറുതായിരുന്നു. പക്ഷേ ഏഴാമത്തേത് അവൾക്ക് പാകമായിരുന്നു. രാത്രിയായപ്പോൾ കുടിലിന്റെ ഉടമകൾ തിരിച്ചെത്തി. അവർ 7 കുള്ളന്മാരായിരുന്നു. പർവ്വതങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഖനി തൊഴിലാളികൾ. വന്നയനെ തന്നെ അവർക്കെന്തോ പന്തികേട് തോന്നി. നിങ്ങളാരെങ്കിലും വാതിൽ തുറന്നിട്ടിരുന്നോ? നമ്മളെപ്പോഴും വാതിൽ അടച്ചിട്ടല്ലേ പോകാറുള്ളൂ. ആരോ അകത്ത് കയറിയിട്ടുണ്ട്. ആരാണ് എന്റെ കസേരയിൽ ഇരുന്നത്? ആരാണ് എന്റെ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചത്? ആരാണ് എന്റെ കപ്പിൽ നിന്നും വെള്ളം കുടിച്ചത്? ദേ നോക്ക്, ആ കാൽപ്പാടുകൾ നമ്മുടേതല്ല. 7 കുള്ളന്മാരും കാൽപ്പാടിനെ സൂക്ഷിച്ചു നോക്കി. അവർ ആ കാൽപ്പാടുകൾ പിന്തുടർന്നു. ആരാണ് എന്റെ ബെഡിൽ കയറിയത്? ആരോ ഞങ്ങളുടെ കേറിയിട്ടുണ്ട്. തങ്ങളുടെ കിടക്കയിൽ കിടക്കുന്ന സ്നോവൈറ്റിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഇതാരാണ്? ഇവൾ എവിടെ നിന്നുമാണ് വന്നത്? എത്ര സുന്ദരി! നന്നായി ഉറങ്ങുമോ മോളെ? അവളുടെ നിഷ്കളങ്കതയും സൗന്ദര്യവും അവരെ ആഴത്തിൽ സ്പർശിച്ചു. അവരവളെ ഉറങ്ങാൻ അനുവദിച്ചു. രാത്രിക്കായി ഒരുങ്ങിയ കുള്ളന്മാർ 6 പേർ അവരുടെ ചെറിയ കിടക്കകളിലും 7ാമത്തേവൻ തന്റെ കൂട്ടുകാരുമായി കിടക്ക പങ്കിട്ടു. പർവ്വതങ്ങൾക്ക് മുകളിൽ ചന്ദ്രൻ ഉയർന്നുവന്ന് ആ ചെറിയ കുടിൽമേൽ വെള്ളി വെളിച്ചം വീശി. രാവിലെ സ്നോവൈറ്റ് ദയകിഞ്ഞ മുഖങ്ങളാൽ സ്വാഗതം ചെയ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഉണർന്നത്. അവർ സ്നോവൈറ്റിന് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തു. നിങ്ങൾ ആരാണ്? ഭയപ്പെടേണ്ട മോളെ, ഇത് ഞങ്ങളുടെ വീടാണ്. എന്താണ് നിന്റെ പേര്? എന്റെ പേര് സ്നോ വൈറ്റ്. നീ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിപ്പെട്ടത്? സ്നോവൈറ്റ് അവരോട് അവളുടെ കഥ പറഞ്ഞു. കുള്ളന്മാർക്ക് അവളോട് സഹതാപം തോന്നി. അവരവളെ അവിടെ താമസിക്കാൻ അനുവദിച്ചു. ഇവിടം വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നിനക്കിവിടെ ഞങ്ങളോടൊപ്പം താമസിക്കാം. തീർച്ചയായും, ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യും. താമസിയാതെ ആ ചെറിയ കുടിൽ ചിരികളാൽ നിറഞ്ഞു. സ്നോവൈറ്റ് വീട് അവർ പറഞ്ഞതുപോലെ തന്നെ വൃത്തിയായി സൂക്ഷിച്ചു. കാലക്രമേണ അവരവളെ അവരിൽ ഒരാളായി സ്നേഹിച്ചു. ഓരോ ദിവസവും രാവിലെ കുള്ളന്മാർ മലകളിലേക്ക് ജോലിക്കായി പോയി. ഓരോ വൈകുന്നേരവും അവർ ജോലി കഴിഞ്ഞു വരുമ്പോഴേക്കും സ്നോവൈറ്റ് രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി അവരെ സ്വാഗതം ചെയ്തു. ഇതെല്ലാം നീ ഉണ്ടാക്കിയതാണോ? ഞാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. സ്നോവൈറ്റ് ആ ചെറിയ കുടിലിൽ സുരക്ഷിതമായി താമസിച്ചു. സൂക്ഷിക്കണം, നിന്റെ രണ്ടാനമ്മയ്ക്ക് വൈകാതെ തന്നെ നീ ഇവിടെയുണ്ടെന്ന് മനസ്സിലാകും. കൊട്ടാരത്തിൽ രാജ്ഞി വീണ്ടും അവളുടെ കണ്ണാടിയോടായി ചോദിച്ചു. എന്റെ കയ്യിലുള്ള മാന്ത്രിക കണ്ണാടി, ആരാണ് ദേശത്തിലെ ഏറ്റവും സുന്ദരി? എന്റെ രാജ്ഞി, നീ സുന്ദരി തന്നെയാണ്. എന്നാൽ കുന്നിൻ മുകളിൽ 7 കുള്ളന്മാരോടൊപ്പമുള്ള സ്നോവൈറ്റ് നിങ്ങളെക്കാൾ സുന്ദരിയാണ്. രാജ്ഞിയുടെ മനസ്സിൽ പകയുടെ തീ ആളിക്ക് കത്തി. സ്നോ വൈറ്റ്. അവളൊരു ലോക്കറിന്റെ അടുത്തേക്ക് പോയി അത് തുറന്നു. അതിനുള്ളിൽ മനോഹരമായൊരു കോർസെറ്റ് ഉണ്ടായിരുന്നു. വൃദ്ധയായ ഒരു കച്ചവടക്കാരിയുടെ വേഷം ധരിച്ച് അവൾ തുണികൾ നിറഞ്ഞ ഒരു കുട്ടയുമായി സ്നോവൈറ്റിനെ കണ്ടെത്താൻ പുറപ്പെട്ടു. ദീർഘദൂരം യാത്ര ചെയ്ത് സ്നോവൈറ്റിന്റെ താമസസ്ഥലം അവൾ കണ്ടുപിടിച്ചു. കുടിലിൽ സ്നോവൈറ്റ് തന്നെ കാത്തിരിക്കുന്ന അപകടമറിയാതെ വീട്ടുജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രാജ്ഞി കുടിലിനടുത്തേക്ക് ചെന്നു. ഭംഗിയുള്ള ലേസുകൾ വിൽപ്പനയ്ക്ക്. എല്ലാ നിറങ്ങളിലുമുള്ള ലേസുകളുണ്ട്. മോൾക്കിതിഷ്ടമായോ? ഈ സ്ത്രീ സത്യസന്ധയാണെന്ന് തോന്നുന്നു. രാജ്ഞി അവളെ കബളിപ്പിച്ച് അകത്ത് കയറിപ്പറ്റി. മോളെ, അടുത്തേക്ക് വരൂ, ഞാൻ നിനക്കിത് കെട്ടിത്തരാം. രാജ്ഞി പതിയെ ലേസുകൾ വലിച്ചു മുറുക്കുവാൻ തുടങ്ങി. അവൾ ലേസുകൾ ശക്തിയായി മുറുക്കി.
സ്നോ വൈറ്റ് വേദനയാൽ പുളഞ്ഞു. ലേസുകൾ കൂടുതൽ മുറുകി. അവളുടെ ശ്വാസത്തിലേക്കെന്ന പോലെ തുളച്ചു കയറി. സ്നോ വൈറ്റ് നിലവിളിച്ചുകൊണ്ട് നിലം പതിച്ചു. അവളുടെ മുഖം മഞ്ഞുപോലെ വിളറി വെളുത്തു. ഇനി ഞാനായിരിക്കും ഏറ്റവും സുന്ദരി. വൃദ്ധ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് നടന്നകന്നു. സന്ധ്യയായപ്പോൾ 7 കുള്ളന്മാരും കുടിലിലേക്ക് തിരിച്ചെത്തി. ശ്വാസമറ്റു കിടക്കുന്ന സ്നോ വൈറ്റിനെ കണ്ടപ്പോൾ ഭയം അവരെ പിടിച്ചുകുലുക്കി. അയ്യോ, സ്നോ വൈറ്റ്! വേഗത്തിൽ അവർ കോർസെറ്റ് ചരടുകൾ മുറിച്ചു നീക്കി. പതുക്കെ സ്നോ വൈറ്റ് വീണ്ടും ശ്വസിക്കാൻ തുടങ്ങി. ഞാൻ എവിടെയാണ്? ഒരു ദീർഘനിശ്വാസത്തോടെ അവളുടെ ജീവൻ തിരിച്ചു വന്നു. സംഭവിച്ചതെല്ലാം അവൾ കുള്ളന്മാരോട് പറഞ്ഞു. പതിയെ ഭയം എല്ലാവരിൽ നിന്നും അകന്നു. ആ വയസ്സായ സ്ത്രീ മറ്റാരുമല്ല, രാജ്ഞി തന്നെയാണ്. ഞങ്ങളില്ലാത്തപ്പോൾ നീ വേറാർക്കും വാതിൽ തുറക്കരുത്. ആ ദിവസം അങ്ങനെ കടന്നുപോയി. പക്ഷെ വളരെ അകലെ അവളുടെ ഇരുണ്ട കൊട്ടാരമുറിയിൽ രാജ്ഞി വീണ്ടും മായക്കണ്ണാടിക്ക് മുന്നിൽ നിന്നു. എന്റെ കയ്യിലുള്ള മാന്ത്രിക കണ്ണാടി, ആരാണ് ദേശത്തിലെ ഏറ്റവും സുന്ദരി? എന്റെ രാജ്ഞി, നീ സുന്ദരി തന്നെയാണ്. എന്നാൽ കുന്നിൻ മുകളിൽ 7 കുള്ളന്മാരോടൊപ്പമുള്ള സ്നോ വൈറ്റ് നിങ്ങളെക്കാൾ സുന്ദരിയാണ്. സ്നോ വൈറ്റ്, ഇപ്രാവശ്യം നിന്നെ ഞാൻ തീർച്ചയായും നശിപ്പിച്ചിരിക്കും. അവളൊരു ലോക്കറിന്റെ അടുത്തേക്ക് പോയി അത് തുറന്നു. അതിനുള്ളിൽ മനോഹരമായൊരു ചീപ്പുണ്ടായിരുന്നു. മനോഹരവും തിളക്കമുള്ളതുമാണെങ്കിലും അതിന്റെ പല്ലുകൾ വിഷത്താൽ നിറഞ്ഞതായിരുന്നു. ഇപ്രാവശ്യം അവൾ തീർച്ചയായും മരിച്ചിരിക്കും. ഒരിക്കൽ കൂടി വേഷം മാറി രാജ്ഞി കുള്ളന്മാരുടെ കുടിലിലേക്ക് പുറപ്പെട്ടു. ഭംഗിയുള്ള ചിപ്പുകൾ വിൽപ്പനയ്ക്ക്. നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. എനിക്ക് ആരെയും അകത്ത് കയറ്റാൻ പറ്റുകയില്ല. ഇതിലേതെങ്കിലും ഒന്ന് നോക്കൂ. ഇത് വളരെ മനോഹരമായിരിക്കുന്നു. നിങ്ങൾക്കകത്തേക്ക് വരാം. നന്ദി മോളെ. ഇന്നത്തെ കാലത്ത് ദയുള്ള കുട്ടികൾ കുറവാണ്. ആ ചീപ്പിന്റെ സൗന്ദര്യത്തെ ചെറുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സ്നോ വൈറ്റ് വാതിൽ തുറന്നു. വരൂ മോളെ, ഞാൻ മുടി ചീകിത്തരാം. വൃദ്ധ അവളുടെ മുടിയെ പ്രശംസിച്ചുകൊണ്ട് ചീപ്പ് കൊണ്ട് അവളുടെ മുടി പതിയെ ചീകി. വിഷം കലർന്ന ചീപ്പ് അവളുടെ മുടിയിൽ തൊട്ട ഉടനെ തന്നെ സ്നോ വൈറ്റ് നിലം പതിച്ചു. ഇന്ന് നീ തീർന്നോ സ്നോ വൈറ്റ്? അന്ന് വൈകുന്നേരം കുള്ളന്മാർ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. തങ്ങളുടെ പ്രിയപ്പെട്ട സ്നോ വൈറ്റ് നിലത്ത് നിശ്ചലമായി കിടക്കുന്നത് കണ്ടപ്പോൾ അവർ ഞെട്ടി. സ്നോ വൈറ്റ്! അവൾ അനങ്ങുന്നില്ല. ഹേ, അവളുടെ മുടിയിൽ എന്തോ ഉണ്ടല്ലോ. ആ ചീർപ്പ്, അത് വിഷമുള്ളതാണ്. ഞാൻ എവിടെയാണ്? നീ സുരക്ഷിതയാണ് മോളെ. സ്നോ വൈറ്റ് പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. കുള്ളന്മാർ അവളെ കർശനമായി താക്കീത് ചെയ്തു. ആ സ്ത്രീ ദുഷ്ടയായ രാജ്ഞിയാണ്. ഞങ്ങൾ പോയതിനു ശേഷം നീ ഒരിക്കലും ആർക്കും വാതിൽ തുറക്കരുത്. ഞാൻ ഇനി ആരെയും അകത്തേക്ക് കയറ്റില്ല. വീണ്ടും കുടിലിൽ സമാധാനം തിരിച്ചു വന്നു. കൊട്ടാരത്തിൽ രാജ്ഞി വീണ്ടും തന്റെ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. എന്റെ കയ്യിലുള്ള മാന്ത്രിക കണ്ണാടി, ആരാണ് ദേശത്തിലെ ഏറ്റവും സുന്ദരി? എന്റെ രാജ്ഞി, നീ സുന്ദരി തന്നെയാണ്. എന്നാൽ കുന്നിൻ മുകളിൽ 7 കുള്ളന്മാരോടൊപ്പമുള്ള സ്നോ വൈറ്റ് നിങ്ങളെക്കാൾ സുന്ദരിയാണ്. രാജ്ഞിയുടെ മനസ്സിൽ കോപം ആളിക്ക് കത്തി. അവൾ തന്റെ രഹസ്യ അറയിലേക്ക് പോയി. ഒരാപ്പിൾ പുറത്തെടുത്തു. അത് പകുതി വെളുത്ത നിറത്തിലും പകുതി ചുവന്ന നിറത്തിലുമുള്ളതായിരുന്നു. ചുവന്ന ഭാഗത്തേക്ക് അവൾ അവളുടെ ഏറ്റവും മാരകമായ വിഷമൊഴിച്ചു. സ്നോ വൈറ്റ് മരിച്ചേ മതിയാകൂ. അതിന് എന്തൊക്കെ വില കൊടുത്തിട്ടാണെങ്കിലും. രാജ്ഞി വീണ്ടും വേഷം മാറി ഒരു വൃദ്ധയായ ഗ്രാമീണ സ്ത്രീയായി. കുടിലിലേക്ക് പുറപ്പെട്ടു. കുള്ളന്മാർ ജോലിക്ക് പോയതിനു ശേഷം സ്നോ വൈറ്റ് തന്നെ തേടി വരുന്ന അപകടമറിയാതെ അവളുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. നല്ല ഇനം ആപ്പിളുകൾ വിൽപ്പനയ്ക്ക്. മോളെ, ദേ നോക്കൂ, നല്ല ആപ്പിളുകളാണ്. ചുവപ്പും വെള്ളയും എല്ലാം ഉണ്ട്. എനിക്ക് ആരെയും അകത്തേക്ക് കയറ്റാനാവില്ല. കുള്ളന്മാർ എന്നോട് ആരെയും അകത്തേക്ക് കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇത് നല്ല ആപ്പിളുകളാണ്. ഇതൊരെണ്ണം കഴിച്ചു നോക്കൂ. ഇല്ല, എനിക്ക് വേണ്ട. ഇതിൽ വിഷമുണ്ടെന്ന് കരുതിയാണോ ഭയക്കുന്നത്? നോക്ക്, ഞാൻ ഈ ആപ്പിള് 2ആയി മുറിക്കാം.
വെള്ള ഭാഗം ഞാൻ കഴിക്കാം, ചുവന്ന ഭാഗം നീ കഴിച്ചോളൂ. ആ ചുവന്ന പാതി കടിച്ച ഉടനെ ശ്വാസം നിലച്ച് അവൾ നിലം പതിച്ചു. സ്നോ വൈറ്റ്, ഇത്തവണ ആർക്കും നിന്നെ രക്ഷിക്കാനാവില്ല. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജ്ഞി അവളുടെ കണ്ണാടിയോടായി ചോദിച്ചു, എന്റെ കയ്യിലുള്ള മാന്ത്രിക കണ്ണാടി ആരാണ് ദേശത്തിലെ ഏറ്റവും സുന്ദരി? എന്റെ രാജ്ഞി, നീ തന്നെയാണ് ഈ ദേശത്തെ ഏറ്റവും വലിയ സുന്ദരി. രാജ്ഞി അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചു. അന്ന് വൈകുന്നേരം 7 കുള്ളന്മാരും വീട്ടിലേക്ക് തിരിച്ചെത്തി. തറയിൽ ജീവനറ്റ് കിടക്കുന്ന സ്നോ വൈറ്റിനെ കണ്ടപ്പോൾ അവർ മനം നൊന്ന് നിലവിളിച്ചു. സ്നോ വൈറ്റ് ഇല്ല. അവരവളെ ഉയർത്തി അവളുടെ മുഖം കഴുകി അവർക്കറിയാവുന്നതെല്ലാം പരീക്ഷിച്ചു. പക്ഷെ ഒന്നിനും അവളെ ഉണർത്താൻ കഴിഞ്ഞില്ല. അവൾ മരിച്ചിരുന്നു. അവരവളെ ഒരു പലകയിൽ കിടത്തി. 7 പേരും അവളുടെ അരികിലിരുന്നു. 3 ദിവസം വിലപിച്ചും കരഞ്ഞും കടന്നുപോയി. സ്നോ വൈറ്റ് ഇപ്പോഴും ഉറങ്ങുന്നത് പോലെ തന്നെയുണ്ട്. നമ്മൾ ഇവളെ എങ്ങനെ മണ്ണിൽ കുഴിച്ചിടും? എക്കാലത്തെയും പോലെ സുന്ദരിയായി കാണപ്പെട്ട അവളെ അവർക്ക് മണ്ണിൽ അടക്കം ചെയ്യാൻ തോന്നിയില്ല. അവരവളെ ഒരു ഗ്ലാസ് ശവപ്പെട്ടിയിൽ കിടത്തി ആ പെട്ടി മലഞ്ചെരുവിൽ കൊണ്ടുവച്ചു. ഓരോ കുള്ളന്മാർ അവൾക്ക് മാറി മാറി കാവൽ നിന്നു. തകർന്ന മനസ്സാൽ അവരവളുടെ അരികിലിരുന്നു. പക്ഷേ വിധി ഇതുവരെ അതിന്റെ അന്തിമ വാക്ക് പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം ഒരു യുവരാജകുമാരനും അവന്റെ ഭൃത്യന്മാരും കാട്ടിലൂടെ യാത്ര ചെയ്തു വരുന്നതിനിടയിൽ കാട്ടിൽ മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ചെറിയ കുടിലിൽ എത്തിപ്പെട്ടു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവൻ ഗ്ലാസ് പെട്ടിയിലെ സ്നോ വൈറ്റിനെ കാണുവാനിടയായി. എന്താണത്? അവൻ അവളോട് അതിയായ സ്നേഹം തോന്നി. സ്നോ വൈറ്റിനെ തനിക്ക് വിട്ടുതരുവാനായി അവൻ കുള്ളന്മാരോട് അപേക്ഷിച്ചു. രാജകുമാരി സ്നോ വൈറ്റ്, ഈ ശവപ്പെട്ടി എനിക്ക് തരൂ. ഇല്ല, ഒരിക്കലുമില്ല. ദയവായി ഇതെനിക്ക് നൽകൂ. എനിക്ക് സ്നോ വൈറ്റിനെ കാണാതെ ജീവിക്കാനാവില്ല. ഞാൻ അവളെ എന്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും മൂല്യം കൂടിയതായി നോക്കാം. ഇവൻ നല്ലവനാണെന്ന് തോന്നുന്നു. കൊണ്ടുപോയിക്കോളൂ. പക്ഷേ നീ ഇവളെ സംരക്ഷിക്കണം. വിധിയുടെ ഇടപെടലിനാൽ ഒരു ഭടന്റെ കാലിടറുകയും പെട്ടി നിലം പതിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ സമയത്ത് സ്നോ വൈറ്റിന്റെ വായിൽ കുടുങ്ങിയിരുന്ന ആപ്പിളിന്റെ കഷ്ണം തെറിച്ചുപോയി. സ്നോ വൈറ്റ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നവളെ പോലെ കണ്ണുകൾ തുറന്നു. രാജകുമാരന്റെ സന്തോഷത്തിന് അതിരുണ്ടായില്ല. ദൈവമേ, ഞാൻ എവിടെയാണ്? നീ എന്നോടൊപ്പമാണ്. വിഷം കഴിച്ച് നിന്നെ കുള്ളന്മാരാണ് സംരക്ഷിച്ചത്. നീ മരിച്ചെന്നാണ് കരുതിയത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നോടൊപ്പം വരുമോ? എന്റെ വധു ആകുമോ? എനിക്ക് സമ്മതമാണ്. അവരുടെ വിവാഹം ദേശമെമ്പാടും പ്രഖ്യാപിച്ചു. ദുഃഖങ്ങൾ നിറഞ്ഞ നീണ്ട കാലങ്ങൾക്ക് ശേഷം രാജ്യം ചിരികളാൽ നിറഞ്ഞു. ആ വിവാഹത്തിന് സ്നോ വൈറ്റിന്റെ രണ്ടാനമ്മയെയും ക്ഷണിച്ചിരുന്നു. വിവാഹത്തിന് പോകുന്നതിനു മുൻപ് രാജ്ഞി വീണ്ടും ചുമരിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. എന്റെ കയ്യിലുള്ള മാന്ത്രിക കണ്ണാടി ആരാണ് ദേശത്തിലെ ഏറ്റവും സുന്ദരി? എന്റെ രാജ്ഞി, നീ സുന്ദരി തന്നെയാണ്. പക്ഷേ പുതിയ രാജകുമാരി നിന്നേക്കാൾ സുന്ദരിയാണ്. എന്റെ സൗന്ദര്യം മറികടക്കാൻ വിധമുള്ള ഈ പുതിയ കുമാരി ആരാണ്? പുതിയ വധുവിനെ കാണാനായി ദൃഢനിശ്ചയം ചെയ്ത് അവൾ ഉടനെ തന്നെ പുറപ്പെട്ടു. അവിടെ എത്തി സ്നോ വൈറ്റിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഭീതി അവളെ പിടികൂടി. ഇല്ല, ഇത് സാധ്യമല്ല. അവളുടെ അസൂയയ്ക്കും ക്രൂരതയ്ക്കും ശിക്ഷയായി ചുവന്ന ചൂടുള്ള ഇരുമ്പ് ഷൂസിൽ നൃത്തം ചെയ്യാൻ അവൾ നിർബന്ധിതയായി. തറയിൽ നിർജീവമായി വീഴുന്നതുവരെ അവളുടെ നിലവിളി ഹാളിൽ മുഴുവനും പ്രതിധ്വനിച്ചു. അങ്ങനെ അസൂയയും ക്രൂരതയും നശിച്ച് സമാധാനം ദേശത്തേക്ക് തിരിച്ചെത്തി. എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് സ്നോ വൈറ്റും രാജകുമാരനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു.